ഹായ്, വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ മുമ്പത്തെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു യാത്ര വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള റൂമിൽ നിന്ന് ഒരു കോണ്ടന്റിനെ കുറിച്ച് സംസാരിക്കാൻ തോന്നി. അപ്പോൾ അതിലുള്ള ഒരു വീഡിയോ ആണ്. കോണ്ടന്റ് ക്രിയേഷൻ ശരിക്കും ഇന്ന് 2026 വൺ ഓഫ് ദ അടിപൊളിയായിട്ടുള്ള സ്കില്ലാണ് കോണ്ടന്റ് ക്രിയേഷൻ. അതിൽ ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. നിങ്ങൾ ഈ തംബ്നെയിലോ ടൈറ്റിലോ ഒക്കെ കണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള ആംഗിളിൽ തന്നെയായിരിക്കും നിങ്ങൾ മേ ബി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ഏതാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക, അല്ലെങ്കിൽ എൻ്റെ അറിവിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. ആൻഡ് ഐ എം ഹോപ്പിംഗ് ഈ വീഡിയോ ശരിക്കും സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഏറ്റവും അടിപൊളിയായിട്ട് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നോട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്റ്റെപ്സ് വഴി നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റും. ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളെ കോൺഷ്യസ്ലി മനസ്സിലാക്കി തരിക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പൂർണ്ണമായിട്ടും കാണുന്നുണ്ട് എന്നുള്ളതും, ഇതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഔട്ട്കം ഉറപ്പായിട്ടും എടുക്കുന്നുണ്ട് എന്നുള്ളതും, അങ്ങനെ ഔട്ട്കം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5-10 ആൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റും. സ്വാഭാവികമാണല്ലോ. കൂടുതൽ ഇൻട്രോ പറയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, കോണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ട് പറയാനും കൂടെ ശ്രമിക്കാം കേട്ടോ. കോണ്ടന്റ് ക്രിയേഷൻ അപ്പോൾ ആക്ച്വലി കാര്യമായിട്ട് നിങ്ങൾ 3 സ്റ്റെപ്സ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിൽ 3ാമത്തെ സ്റ്റെപ്സിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്ത് നഷ്ടപ്പെടുത്തി പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കുകയും ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ഐസ് ബ്രേക്ക്. ശരിക്കും പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്തത്? ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കുക? എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ സ്കില്ല് നല്ലതാണോ, അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ മോശമാവോ? ഞാൻ ഇതുവരെ എൻ്റെ സ്കൂൾ ലൈഫിൽ സ്റ്റേജിൽ കയറിയിട്ട് പോലുമില്ല. ഞാൻ എങ്ങനെയാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക? എൻ്റെ വീട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്ത് പറയും? ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ, ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ, ഞാൻ ജോലിക്ക് പോകുമ്പോൾ ആൾക്കാരെന്നെ കളിയാക്കുമോ? എനിക്ക് തോന്നുന്നേ ഇങ്ങനത്തെ തോട്ട് കുറച്ചും കൂടെ ഹൈ ആയിരുന്നു മുമ്പൊക്കെ. പക്ഷെ ഇന്ന് കുറേ ആളുകൾ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും അതങ്ങനെ ഇല്ല. ഇനി ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ അപ്പോഴും ഒന്ന് മനസ്സിൽ വിചാരിക്കും, ഓ ഞാൻ ഇപ്പോൾ കളിയാക്കണ്ട, ഇറങ്ങുമ്പം കുറച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരും എന്നുള്ള ആംഗിളിലൊക്കെ വിചാരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ഐസ് ബ്രേക്ക് എന്നുള്ള ആദ്യത്തെ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ഐസ് അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിക്കൽ അത്ര എളുപ്പമൊന്നും അല്ല. പക്ഷെ ഇത് പൊട്ടിക്കാതെ നിങ്ങൾക്ക് തൊട്ടപ്പുറത്തേക്ക് കടക്കാനും പറ്റൂല. അപ്പോൾ അതാണ് ശരിക്കും ആക്ച്വലി ഐസ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊരൊറ്റ വഴിയുള്ളൂ, ഒരൊറ്റ ഹാമർ എടുത്ത് അങ്ങ് ഐസ് അടിച്ചങ്ങ് പൊട്ടിക്കുക എന്നുള്ളത് പോലെ ആദ്യത്തെ വീഡിയോ അങ്ങ് പോയി പബ്ലിഷ് ചെയ്യുക. എന്തിനെ കുറിച്ചും നിങ്ങൾക്ക് സംസാരിക്കുക. ഇത് URBN എന്ന് പറയുന്ന കമ്പനീൻ്റെ പവർ ബാങ്ക്. ഇതാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളതെന്ന് വിചാരിക്കും. എനിക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചത് തരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ്. ഹേ എവരിവൺ, സോ ഇത് URBN എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പവർ ബാങ്ക് ആണ്. ഇത് ഏകദേശം 20,000 mAh പവർ ബാങ്ക് ആണ്. പക്ഷേ കാര്യമായിട്ട് ഇതിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. എന്നാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോണാണ്. ഐഫോൺ ഏകദേശം ഒരു 3 തവണ അല്ലെങ്കിൽ 2-3 തവണയൊക്കെ ചാർജ് ചെയ്യാൻ എനിക്ക് പറ്റാറുണ്ട്. എനിക്ക് ഇതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഈ ബ്രാൻഡ് യൂസ് ചെയ്യണത് ഞാൻ കണ്ട് അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത്. ഇപ്പോൾ ഞാൻ കുറച്ചായി ഉപയോഗിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. മേ ബി കുറച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ വരുമോന്നോ, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് പ്രൊമോട്ടബിൾ ആയിട്ടുള്ള സാധനമാണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ ഇതുവരെ അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും വീഡിയോ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടന്റ് എടുത്ത് അങ്ങ് സംസാരിച്ച് ആദ്യത്തെ വീഡിയോ അങ്ങ് പബ്ലിഷ് ചെയ്യാം. വീഡിയോ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം. ഐഫോൺ വേണമെന്നില്ല, വേറെ ഐഫോൺ ഞാൻ അങ്ങനെ പറയല്ല. ഏത് ഫോണോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു ദിവസം ഏകദേശം ഒരു 100K+ ലൈക്കുള്ള ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ആ കുട്ടി പറയുന്നതാണ്, ഞാൻ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ക്യാമറ ക്വാളിറ്റി വെച്ചിട്ട് എടുക്കണേ ആള്, ഏതോ ഒരു ഫോൺ വെച്ചിട്ട് എടുക്കണേ ക്യാമറ ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കുന്ന ആളായിരിക്കും. കാരണം ഐ ജസ്റ്റ് വോണ്ട് ടു ഡു ദിസ് എന്ന് പറഞ്ഞിട്ടാണ് ആ 1,00,000 മുകളിൽ ലൈക്കുള്ള വീഡിയോ തന്നെ. അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ VN എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ CapCut എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ എഡിറ്റ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുക, അങ്ങ് പബ്ലിഷ് ചെയ്യുക.
ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡൺ. ഐസ് ബ്രേക്ക്. ആലോചിച്ചോ, ഐസ് പൊട്ടിക്കല്ലാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് കിടക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഐസ് പൊട്ടിച്ചേ പറ്റൂ എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ അതങ്ങ് ബ്രേക്ക് ചെയ്യുക. ദാറ്റ് ഇസ് ഐസ് ബ്രേക്ക്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഒരു മസിൽ, ദാറ്റ് ഇസ് ക്രിയേഷൻ മസിൽ. ക്രിയേഷൻ മസിൽ എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ ആരും ജനിച്ച് വീണപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ പഠിച്ചങ്ങ് വീണതല്ല. നമുക്ക് ആരും കോണ്ടന്റ് ക്രിയേഷൻ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് തന്നിട്ടുമില്ല. കോളേജിൽ നിന്നും മേ ബി നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഡിഗ്രി ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും അവിടെയും ഇത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഓഫ്കോഴ്സ് ഞാനിത് പഠിക്കാൻ വേണ്ടി പോവാണല്ലോ, എനിക്കിതിൽ പ്രത്യേകിച്ച് ഒരു ധാരണയും ഇല്ല എന്നുള്ളത് ക്ലിയർ ആണല്ലോ. എന്നാൽ എനിക്ക് തന്നെ അറിയാം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് വണ്ടി ഓടിക്കാതെ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റൂല, വെള്ളത്തിലിറങ്ങാതെ നീന്തലും പഠിക്കാൻ വേണ്ടി പറ്റൂല. അപ്പം ഇത് ചെയ്ത് തന്നെ പഠിക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബിൽഡ് ചെയ്യേണ്ട ആ ഒരു മസിലാണ് ക്രിയേഷൻ മസിൽ. ക്രിയേഷൻ മസിൽ ഇസ് എ സ്റ്റേറ്റ് വേർ ഇനി ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, ഞാൻ അങ്ങ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെൻ യു ഹാവ് ദാറ്റ് ക്രിയേഷൻ മസിൽ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാര്യത്തിനെ കുറിച്ച് കോണ്ടന്റിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഞാൻ 1000ന്റെ മുകളിൽ വീഡിയോസ് ചിലപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത്രയും വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ ക്രിയേഷൻ മസിൽ ഓൾറെഡി ബിൽഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം ഇത് റെക്കോർഡിങ് 7 മിനിറ്റായി. ഞാൻ ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാതെ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റി. എന്നാൽ ആദ്യത്തെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളത് 5 മിനിറ്റിൻ്റെ വീഡിയോ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ ആദ്യത്തെ വീഡിയോസ് എടുത്തിട്ടുള്ളത്. ആ ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്രിയേഷൻ മസിൽ എന്താണ്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് വേർ എനിക്ക് ഇനി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമല്ല. അപ്പോൾ എപ്പോഴാണ് ക്രിയേഷൻ മസിൽ അല്ലെങ്കിൽ എങ്ങനെ ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യുക? ക്രിയേറ്റ് ഫസ്റ്റ് 50 കോണ്ടന്റ്സ് എക്സ്പെക്റ്റിംഗ് നത്തിങ്. ഒരു തേങ്ങ എക്സ്പെക്റ്റ് ചെയ്യാതെ ആദ്യത്തെ 50 വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ 50 റീൽ ഇടുക, യൂട്യൂബിലാണെങ്കിൽ 50 ലോങ് ഫോം വീഡിയോ ഇടുക. ഇങ്ങനെ 50 വീഡിയോസ് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രശ്നമാകുമോ? ഇല്ല. സോ ദാറ്റ് നിങ്ങൾ അവിടെ ലൈക്ക് ഫോക്കസ് ചെയ്യണില്ല, കമൻറ്റ്സ് ഫോക്കസ് ചെയ്യണില്ല, വേറെ ഒന്നും ഫോക്കസ് ചെയ്യില്ല, എൻഗേജ്മെൻറ്റ് വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ആകെ ഇത് പഠിക്കണം. ആ 50 വീഡിയോ അല്ലെങ്കിൽ ക്രിയേഷൻ മസിലിന് വേണ്ടി നിങ്ങൾ എഫേർട്സ് പുട്ടിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോണില്ല. എന്നാൽ നിങ്ങൾ നേടാനേ പോണുള്ളൂ. നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും, ക്യാമറ പ്രസൻസ് ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആകും, നിങ്ങളുടെ കോണ്ടന്റിലേക്കുള്ള ജേണിനെ അത് ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ബെനിഫിറ്റ്സാണ്. അപ്പം ആ ക്രിയേഷൻ മസിൽ അങ്ങ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ. ഐസ് അങ്ങ് പൊട്ടിക്കുക. 50 വീഡിയോസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ എന്തെങ്കിലും സാധനത്തിൽ സംസാരിക്കുക. അപ്പോൾ കാര്യമായിട്ടും ആൾക്കാർക്കുള്ളതാണ് ഓക്കെ ഷാദെ 50 വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ റെഡിയാ, 50 വീഡിയോ ഞാൻ ചെയ്യാൻ റെഡിയാ. പക്ഷെ ഞാൻ എന്ത് ടോപ്പിക്കിൽ സംസാരിക്കും ഈ 50 വീഡിയോസ്? അല്ലെങ്കിൽ ഞാനൊരു നിഷ് സെലക്ട് ചെയ്യണ്ടേ? ആ നിഷിലേക്ക് പോകണ്ടേ? ഞാൻ പറയണത് ഓക്കെ 2 രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാര്യത്തിലാണ് എനിക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇപ്പുറത്താണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ലാരിറ്റി ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഓൺ ദ ഗോ ക്ലാരിറ്റീനെ തന്നെ ഫിഗർ ഔട്ട് ചെയ്തോ, എന്തെങ്കിലും സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്തോ. സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. ദാറ്റ് ഈസ് നിങ്ങളിപ്പോൾ ഒരു മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തിനൊക്കെയോ ആണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തൽക്കാലം മാർക്കറ്റിങ്ങോ എന്തെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കോണ്ടന്റ് ക്രിയേഷൻ മസിൽ അങ്ങ് ബിൽഡ് ചെയ്യും. അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യണം എന്നുള്ള ആഗ്രഹമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. നിങ്ങൾ യാത്ര വേറെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്. ഏതാ നിഷ് ക്ലാരിറ്റി ഇതിലേക്കൊന്നും കൂടുതൽ ഫോക്കസ് കൊടുക്കാതിരിക്കുക. കാര്യമായി ഈ ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ക്രിയേഷൻ മസിൽ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ മൂന്നാമതായി എന്നാൽ തുടക്കത്തിൽ എല്ലാ ആൾക്കാരും ഒബ്സസ്ഡ് ആവുന്ന കാര്യമാണ് ദാറ്റ് ഈസ് ദ സെക്കൻഡ് മസിൽ, ഗ്രോത്ത് മസിൽ. അപ്പോൾ എന്താ ആദ്യം ശരിക്കും ഗ്രോത്ത് മസിൽ? ഗ്രോത്ത് മസിൽ ഇസ് എ സ്റ്റേറ്റ് വേർ ഇപ്പം നിങ്ങൾക്ക് അറിയാം എങ്ങനെയുള്ള കോണ്ടന്റ് ഏത് രീതിയിൽ സംസാരിച്ചാലാണ് എനിക്ക് എൻ്റെ പ്രൊഫൈലിൻ്റെ എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുക. ദാറ്റ് ഈസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഫ്രീലാൻസറാണ്, ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് വീഡിയോസ് ഇട്ട് എനിക്ക് ഫ്രീലാൻസ് എൻക്വയറീസ് വരണം എന്നുള്ളതാണ് എൻ്റെ ഗോളെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എങ്ങനെ വീഡിയോസ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റീച്ച് ആണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് എങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് വഴി എനിക്ക് നല്ല നെറ്റ്വർക്കാണ് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം
ഇങ്ങനെ നിങ്ങളുടെ ഔട്ട്കം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഗോളിലേക്കാണോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത് അതിനനുസരിച്ചിട്ടുള്ള കോണ്ടന്റ്സ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഗ്രോത്ത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള നിങ്ങളുടെ സ്റ്റേറ്റ് ആണ് ഗ്രോത്ത് മസിൽ. ആദ്യത്തെ 50 വീഡിയോൻ്റെ സമയത്ത് ഇത് ചിന്തിക്കുക പോലും ചെയ്യരുത്. തുടക്കത്തിൽ ആൾക്കാർ എന്താ ചെയ്യാൽ എൻ്റെ വീഡിയോസിന് എത്ര റീച്ച് ഉണ്ട്, എൻ്റെ വീഡിയോസിന് എത്ര ലൈക്ക് വന്നിട്ടുണ്ട്, എൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് എനിക്കൊരു ഇതുമില്ലല്ലോ, എനിക്കൊരു റിസൾട്ടും ഇല്ലല്ലോ, എനിക്ക് എൻക്വയറീസ് വരുന്നില്ല, ലീഡ്സ് വരുന്നില്ല, നെറ്റ്വർക്ക് ഇല്ല, തേങ്ങയും ഇല്ലല്ലോ. ഇങ്ങനൊന്നും അല്ല. ആദ്യം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു. ദാറ്റ് ഈസ് ക്രിയേഷൻ മസിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ദെന്നാണ് ഈ ഗ്രോത്ത് മസിൽ നമ്മൾ അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ വി ഹാവ് ടു ടേക്ക് മോർ റെഫറൻസസ്. ക്രിയേഷൻ മസിലിൻ്റെ സമയത്ത് നിങ്ങൾക്ക് റെഫറൻസസ് എടുക്കാം കേട്ടോ. നിങ്ങളുടെ സിമിലർ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് എങ്ങനെയുള്ള കോണ്ടന്റ്സ് ആണ് വർക്ക് ആകുന്നത്, അവർ ഏത് രീതിയിലാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത്, സെറ്റപ്പ് ചെയ്യണത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ റെഫറൻസ് എടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ ഗ്രോത്ത് മസിലിനൊരു 50 വീഡിയോ പബ്ലിഷ് ചെയ്യുക എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ എത്രത്തോളം ചെയ്യണോ നിങ്ങളുടെ ഗ്രോത്ത് കർവ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ അതിൽ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ചെയ്യണ കാര്യത്തിൽ. ദാറ്റ് ഈസ് ഗ്രോത്ത് മസിൽ. ഏകദേശം എനിക്ക് സംസാരിക്കാനുള്ളത് ഇത്രയാണ്. ദാറ്റ് നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഐസ് ബ്രേക്ക് ചെയ്യുക, ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യുക, ഗ്രോത്ത് മസിലിലേക്ക് പോവുക, അതിനെ നോക്കി കാണുക. ഈ 3 സ്റ്റെപ്സ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആക്ഷനബിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്സാണ്. ഏറ്റവും സിംപ്ലിഫൈഡ് പാറ്റേൺ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ദാറ്റ് ഇത് ചെയ്തോ എന്നുള്ളത്. ഇതേപോലെ അങ്ങ് നിങ്ങൾ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ യു ക്യാൻ ആക്ച്വലി ബി എ കോണ്ടന്റ് ക്രിയേറ്റർ. ശരിയല്ലേ? ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് മോർ ആൾക്കാരിലേക്ക് എത്താനായിട്ട്. ആൻഡ് മേക്ക് ഷുവർ 5, 10, 20 ആൾക്കാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, സോ ദാറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് ഉറപ്പായിട്ട് നമുക്ക് എത്താലോ. ആൻഡ് മോർ വാല്യൂ കോണ്ടന്റ്സ് നമുക്ക് ഷെയർ ചെയ്യാലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.